അടുത്തിടെ കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കും ഒക്കെ തന്നെ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ നടപടി. ഈ കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കി എന്ന് മാത്രവുമല്ല, ആരൊക്കെ എത്ര ബോണ്ടുകൾ വാങ്ങി, ഏതൊക്കെ പാർട്ടികൾക്ക് എങ്ങനെയൊക്കെ കിട്ടി എന്ന കാര്യം കൂടി വ്യക്തമാക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി വലിയ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഈ വിവരങ്ങൾ നൽകാമെന്ന രീതിയിൽ SBI കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങൾ SBI കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ വിവരങ്ങൾ ഉണ്ടല്ലോ, പിന്നെ എന്താണ് തരാൻ ഇത്ര താമസമെന്നും ഇതൊന്നും വലിയ രീതിയിൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നും പിറ്റേന്ന് തന്നെ കോടതിയിൽ, അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ കോടതിയിൽ വിവരങ്ങൾ സമർപ്പിക്കണം എന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കുകയും അങ്ങനെ SBI വിവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇനി ഈ ബോണ്ടുകൾ തുറക്കുമ്പോൾ ആ ബോണ്ടുകൾ ആരൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്, ഏതൊക്കെ പാർട്ടികൾക്ക് ആരൊക്കെ പണം നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നും അത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് വഴി അറിയാൻ കഴിയുമെന്നാണെങ്കിൽ അത് അത്ര എളുപ്പം നടക്കില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇലക്ട്രൽ ബോണ്ടുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ തന്നെ ഈ പണം നൽകുന്നവരുടെ പേരുവിവരങ്ങൾ ഒരിക്കലും പുറത്തു വരരുത് എന്ന് ആഗ്രഹമുള്ളവർ കൊണ്ട് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് നടപടികൾ അവർ കൊണ്ടുവന്നതും. അതുകൊണ്ടാണ് ഇത്രയും നാളും ഇലക്ട്രൽ ബോണ്ടുകളുടെ ഈ പണം നൽകിയിരിക്കുന്ന ആളുകളുടെ പേര് പുറത്തു വരാതിരിക്കുന്നതും. പക്ഷേ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഇനി വരാൻ പോകുന്ന ഫണ്ടിങ്ങിനെ സംബന്ധിച്ചൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കും ഒക്കെ തന്നെ വലിയ ആശങ്കയുണ്ട്. ആളുകൾ പേര് വെളിപ്പെടുത്തുകയാണെങ്കിൽ പണം തരാതിരിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിവരങ്ങൾ വൈകിപ്പിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ ബി.ജെ.പിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് SBIയോട് വീണ്ടും നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി സാവകാശം തേടണമെന്ന് നേരത്തെ തന്നെ ബി.ജെ.പി നേതാക്കൾ ആവശ്യപ്പെട്ടതും അതനുസരിച്ച് അവർ സുപ്രീം കോടതിയിൽ പോയെങ്കിൽ പോലും വലിയ വിമർശനം വന്നതോടുകൂടി പിന്നെ SBIക്ക് ഈ വിവരങ്ങൾ നൽകാതെ തരമുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ട് തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് SBI കൈമാറിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ ആരൊക്കെ വാങ്ങി എന്ന വിവരങ്ങളാണ് അതിലുള്ളത്. ഇനി രണ്ടാമത്തെ വിവരം എന്ന് പറയുന്നത് എത്ര ഇലക്ട്രൽ ബോണ്ടുകൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചു എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഈ രണ്ട് വിവരമാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള, ഡീകോഡ് ചെയ്യാനുള്ള ഒരു രേഖ SBI സുപ്രീം കോടതിയിൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയത് ആരൊക്കെയാണ് എന്ന കാര്യം ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ ഡീകോഡ് ചെയ്യാനുള്ള രേഖയും കൊടുക്കാത്തത് കൊണ്ട് ആരൊക്കെ ഈ ബോണ്ട് വാങ്ങി എന്ന വിവരവും കിട്ടും, എത്ര ബോണ്ട് ബി.ജെ.പിക്ക് അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന വിവരവും കിട്ടും. പക്ഷേ ഈ പണം വാങ്ങിയിരിക്കുന്നത് ആരാണെന്ന് തെളിയിക്കാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയില്ല, ആ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും സുപ്രീം കോടതി ആവശ്യപ്പെട്ടതുപോലെ രണ്ട് രേഖകൾ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ഡീകോഡ് ചെയ്യാനുള്ള സമയമാണ് ഞങ്ങൾ പറഞ്ഞതുപോലെ ജൂൺ അവസാനം. അത്രയും സമയം തരാമെങ്കിൽ ഞങ്ങൾ അത് ഡീകോഡ് ചെയ്ത് തരാം എന്നായിരിക്കും ഒരു പക്ഷേ ഈ കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ വരുമ്പോൾ SBI പറയാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം SBIയുടെ ഭാഗത്തുനിന്ന് വന്നാൽ സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു കേസിൽ നേരത്തെ SBI കിടന്നിങ്ങനെ ഉരുണ്ട് കളിക്കുന്ന സമയത്ത് സുപ്രീം കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് SBI വിമർശിച്ചത്. നിങ്ങൾ രാജ്യത്തെ ഒരു നമ്പർ 1 ബാങ്ക് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ തരാൻ ഇത്ര വൈകുന്നത്, ഇത്ര താമസം എന്താണ് എന്ന് സുപ്രീം കോടതി അന്ന് ചോദിച്ചത് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് ഈ ഒരു ഉഡായിപ്പ് നയം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും രൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പോലും SBIയുടെ ഈ ഒരു തന്ത്രം അത് സത്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പേരുകൾ പുറത്തു വന്നാൽ അത് ബി.ജെ.പിക്ക് തലവേദനയാകും എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് SBI ഇത് തമ്മിൽ, അതായത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ ആളുകളുടെ പേരും ഒപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിച്ച പാർട്ടികളുടെ പേരും മാത്രം കൊടുക്കുന്നുള്ളൂ. പകരം ഇത് ഡീകോഡ് ചെയ്യാനുള്ള ഒരു രേഖയുണ്ട്, അത് കൊടുക്കാതിരിക്കുന്നത് ഇത് വീണ്ടും ചർച്ചയാകാനും ഈ കേസ് വീണ്ടും കോടതിയിൽ നിന്ന് വരാനും ഒപ്പം തന്നെ ഈ കേസിന്റെ ഒരു വിചാരണ അത് വീണ്ടും നീണ്ടുപോകാനുള്ള SBIയുടെ ശ്രമമാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ വിഷയത്തിൽ സുപ്രീം കോടതി പറയുന്ന നിലപാട് വളരെയധികം നിർണായകമാണ് എന്നുള്ളതാണ് വസ്തുത. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്താണെന്ന് കുറച്ചും കൂടി ലളിതമായി പറഞ്ഞു തരാം. അതായത് നമ്മുടെ പണ്ടത്തെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ചേരുംപടി ചേർക്കുക എന്ന രീതിയിലുള്ള ചില പാറ്റേണുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇവിടെയും പ്രശ്നം. ഇവിടെ ആദ്യത്തെ കോളത്തിൽ ആരൊക്കെയാണ് ഈ ബോണ്ടുകൾ വാങ്ങിയത് എന്ന ലിസ്റ്റ് ഉണ്ടാകും. രണ്ടാമത്തെ കോളത്തിൽ ആർക്കൊക്കെ പണം നൽകിയിട്ടുണ്ട്, ബി.ജെ.പിക്ക് എത്ര കിട്ടി, കോൺഗ്രസിന് എത്ര കിട്ടി, ഇല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് എത്ര കിട്ടി എന്നുള്ള വിവരങ്ങളും ഉണ്ടാകും. ഇത് തമ്മിൽ യോജിപ്പിക്കണമെങ്കിൽ ഒരു ഡീകോഡിംഗ് രേഖ ആവശ്യമാണ്. അതിനൊരു യൂണിക് നമ്പർ എന്നാണ് സാധാരണ പറയാറുള്ളത്. ആ യൂണിക് നമ്പർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ചേരുംപടി ചേർക്കാൻ കഴിയുള്ളൂ. ഈ ബോണ്ട് ഇപ്പോൾ ഒരാൾ 1 ലക്ഷം രൂപയുടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ബോണ്ട് കൊടുത്തത് ബി.ജെ.പിക്ക് ആണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു കോഡ് ആവശ്യമാണ്. ഈ യൂണിക് നമ്പർ കോഡ് നൽകാത്ത കാലത്തോളം
ഈ പണം വാങ്ങിയ ബോണ്ട് വാങ്ങിയ ആൾ ആർക്കാണ് നൽകിയത് എന്ന കാര്യം സുപ്രീം കോടതിക്കോ ഇലക്ഷൻ കമ്മീഷനോ തിരിച്ചറിയാനോ ഇല്ലെങ്കിൽ അത് വെളിപ്പെടുത്താനോ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിനും മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ വേണ്ടിയിരുന്നത്. പണം നൽകിയവരുടെ പേര് ഒരു കാരണവശാലും പുറത്തു വരരുത് എന്നുള്ള ആവശ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത് നടപ്പിലാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ നടപടി BJPക്ക് തിരിച്ചടിയാകുമെന്ന് അറിയാമായിരുന്നു. BJPയുടെ ബെഡാ ദോസ്തുക്കൾ തന്നിരിക്കുന്ന പണം, ആ പണം പുറത്തു വന്നാൽ അത് BJPക്ക് തലവേദനയാകുമെന്നുള്ള കാര്യവും അറിയായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിധി വരുമ്പോൾ തന്നെ മോദി നമ്മുടെ സുപ്രീം കോടതി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്താനുള്ള കാര്യം എന്താണ് എന്ന ചോദ്യമൊക്കെ തന്നെ അന്നേ തന്നെ ഉയർന്നിരുന്നു. അതിന്റെ ഒക്കെ ഉത്തരം എന്ന് പറയുന്നത് ഈ പണം നൽകിയ ആളുകളുടെ പേര് പുറത്തു പറയാൻ കഴിയില്ല. അങ്ങനെ പുറത്തു പറഞ്ഞാൽ അത് BJPയെ ബാധിക്കും, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതിനുവേണ്ടി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരത്തിൽ ഒരു യൂണിക് നമ്പർ അത് വേണമെങ്കിൽ SBIയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം അതങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കോടതി ചോദിച്ചിട്ടില്ലല്ലോ എന്ന ചോദ്യങ്ങളൊക്കെ അവർ ഉന്നയിക്കാറുണ്ട്. ഒരു പക്ഷേ യൂണിക് നമ്പർ ഞങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്ന് SBI നാളെ കോടതിയിൽ പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവിടെ തീരും. പിന്നീട് ആരൊക്കെയാണ് ഈ പണം BJPക്ക് പണം നൽകിയത് എന്നുള്ള വിവരങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് യൂണിക് നമ്പർ സുപ്രീം കോടതി എങ്ങനെയായിരിക്കും മേടിച്ചെടുക്കുക, ഇതെങ്ങനെയായിരിക്കും ഇത് ഒന്ന് ക്രോഡീകരിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയും കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഒരിക്കലും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി SBI വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഈ യൂണിക് നമ്പർ കൊടുക്കാതെ ആരൊക്കെ പണം BJPക്ക് എത്ര കൊടുത്തു അല്ലെങ്കിൽ കോൺഗ്രസിന് എത്ര കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് വീണ്ടും ഈ ഒരു കേസ് സുപ്രീം കോടതിയിൽ വരാനും വീണ്ടും ചർച്ചയാക്കാനും വീണ്ടും SBIയുടെ വാദങ്ങൾ ഉന്നയിക്കാനും ഒക്കെ തന്നെയുള്ള അവസരങ്ങളായിട്ടായിരിക്കും യൂണിക് കോഡ് കൊടുക്കാതെയുള്ള SBIയുടെ ഈ ഒരു തന്ത്രം എന്ന് പറയേണ്ടി വരും. എന്തായാലും മോദിയും അമിത്ഷായും ഒരിക്കലും ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ SBI ഉപയോഗിച്ച് ഇത്തരത്തിലൊരു കള്ളക്കളി ഇപ്പോൾ കളിക്കുന്നത് എന്ന് കൂടി പറയേണ്ടി വരും.